മുണ്ടക്കൈ പുനർനിർമ്മാണത്തിൽ എസ് സുഹാസ് IAS സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. പുനർനിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എസ് സുഹാസിനായിരിക്കും. ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ഉയർന്ന നഷ്ടപരിഹാര തുക ദുരന്തബാധിതരുടെ അവകാശമല്ലെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം, അതിന്റെ സാഹചര്യം എന്താണ്? അത് ഇനിയുള്ള ഈ പുനരധിവാസത്തെ ഏത് തരത്തിൽ ബാധിക്കാനാണ് ഇടയുള്ളത്? സൈഫുദ്ദീൻ, ഉയർന്ന നഷ്ടപരിഹാരം വേണമെന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്ലെയിമായി വന്നതല്ല, മറിച്ച് ഈ ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 30 ലക്ഷം രൂപ ശരാശരി ഒരു വീടിന് സർക്കാർ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക്, അതിന് പുറത്തെ സ്ഥലങ്ങളിൽ സെറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് 15 ലക്ഷം രൂപ നൽകാൻ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുകയാണ് പ്രദേശവാസിയായ ഒരാൾ കൂടി ഹൈക്കോടതിയിൽ പാർട്ടി ഇൻ പേഴ്സണായി ഡയറക്റ്റ് ഹാജരായിക്കൊണ്ട് നൽകിയ ഒരു അപേക്ഷയിലാണ് സർക്കാരിനോടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളോടും ഇങ്ങനെ വലിയ തുക നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ, അങ്ങനെ ഒരു നിർദ്ദേശം നൽകാൻ ഹൈക്കോടതിക്ക് കഴിയില്ല എന്ന് കോടതി പറഞ്ഞത്. അദ്ദേഹത്തിന് നൽകിയ അപേക്ഷകളിലും മറ്റും തീരുമാനമെടുക്കേണ്ടത്, ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകേണ്ടത് ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തമല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും 15 ലക്ഷം രൂപ സഫീഷ്യൻ്റ് അല്ല ഇങ്ങനെ നൽകുന്നത് എന്ന് വിവിധ കോണുകളിൽ നിന്ന് അമിക്കസ് ക്യൂറിക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 15 ലക്ഷം രൂപ അപര്യാപ്തമാണെന്നതുൾപ്പെടെയുള്ള പരാതികൾ ചൂണ്ടിക്കാണിച്ച് ഒരു പരമാവധി ഇങ്ങനെ ഈ ടൗൺഷിപ്പ് പദ്ധതിയിൽ പെടാതെ മറ്റു സ്ഥലങ്ങളിൽ റീഹാബിലിറ്റേഷൻ പ്ലാൻ ഉള്ള ആളുകൾക്ക് അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 40 മുതൽ 50 ലക്ഷം രൂപ അനുവദിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് അമിക്കസ് ക്യൂറിയും കോടതിയിൽ എന്തായാലും ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് കോടതി നടത്തിയ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ സംസ്ഥാനത്തിൻ്റെ ലഭ്യമായ വിഭവങ്ങൾ വെച്ച് അത് എല്ലാവർക്കും തുല്യമായി വീതിക്കുക എന്നൊരു കടമയാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു തരത്തിലുള്ള പുനരധിവാസം നൽകുമ്പോൾ ആ തുകയിൽ നിന്ന് അധികമായി ഏതെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് തുല്യമായ ഒരു സാധനം നമുക്കും ലഭ്യമാകണമെന്ന് ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാര്യം വിഭവങ്ങളുടെ അഡ്വക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് സർക്കാർ ചെയ്യുന്നത്. അതൊരു ഇങ്ങനെ ഇത്ര തുക കിട്ടണമെന്നുള്ളൊരു അവകാശം ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ അങ്ങനെ പറയാൻ